നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ഇന്ന് മേട സംക്രമത്തെക്കുറിച്ചാണ്. മേടസംക്രമം എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ജ്യോതിഷ ഭാഷയിലല്ലാതെ വളരെ ലളിതമായിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞാൽ, മേടമാസത്തിലേക്ക് സൂര്യഭഗവാൻ മേടമാസത്തിലേക്ക് മീനമാസത്തിൽ നിന്നും സഞ്ചരിച്ചെത്തുന്ന ദിവസത്തിനെയാണ് മേടമാസം എന്ന് പറയുന്നത്. സൂര്യൻ ഓരോ പരിക്രമണം നടത്തുമ്പോഴും അതാത് മാസങ്ങളായിക്കൊണ്ടിരിക്കും. സൂര്യന്റെ സഞ്ചാരപഥത്തിനെയാണ് മാസം എന്ന് പറയുന്നത്. മേടസംക്രമം വരാൻ പോകുകയാണ്. മീനം അവസാനിക്കുന്നതോട് കൂടിയിട്ട് മേടത്തിലേക്ക് സൂര്യൻ വരും. ഈ മേടമാസത്തിൽ വിഷുഫലം ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് മേടം രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്രത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷുഫലം നല്ല അനുഭവങ്ങളുടെ കാലമാണ്. എല്ലാ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഈ ഒരു മേടമാസത്തിൽ നടന്നു കിട്ടാൻ വളരെയധികം സാധ്യതയുള്ളൊരു വിഷുഫലം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാര് ഈ സമയത്ത് എന്താഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുന്നതാണ് ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കാണാനുള്ളത്. IT മേഖലയിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇവർക്ക് നല്ല അനുഭവങ്ങളും ജോലിയിൽ നല്ല ഉന്നതമായ സ്ഥാനത്തെത്താനും അതുമൂലം മാസ വരുമാനങ്ങൾ വർദ്ധിക്കാനും ഇടയുള്ളൊരു കാലഘട്ടമാണ് ഈ വിഷുഫലത്തിൽ. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉള്ള അവസരങ്ങളെല്ലാം ഈ വിഷുഫലത്തിലുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയം. വിദേശത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആൾക്കാർക്കും വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഈ വിഷുഫലത്തിൽ ഉണ്ടാകുക. പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഒരു നല്ല ഫലമായിട്ടാണ് കാണാൻ ഉള്ളത്. നമ്മുടെ ഇന്ത്യയിലെല്ലാം ജോലി ചെയ്യുന്ന IT മേഖലയിലൊക്കെ ഉള്ളവർക്കും വിദേശത്തായാലും നല്ല ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ പോകാനുള്ളൊരു അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. വിഷുഫലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷു ദിനത്തിൽ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും, അച്ഛനമ്മമാർക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയുടെയും കാലമാണ് വിഷുഫലം പറയുന്നത്. അതുപോലെ വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്നവർക്ക്, വിവാഹ തടസ്സം നേരിട്ടവർക്ക് അതെല്ലാം നടക്കാനുള്ള ഒരവസരം കൂടി ഉണ്ടാവുന്ന കാലഘട്ടം കൂടിയാണ്. നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുദിനം ഒരു വളരെ നല്ല അനുഭവമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ആദായം, വിറ്റുവരവൊക്കെ നന്നായിട്ട് നടക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ വിഷുദിനം. എന്തായാലും അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വിഷു നന്നായിരിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ അനുഭവങ്ങളും ഭാഗ്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടണം എങ്കിൽ ചില വഴിപാടുകൾ കൂടി, ചില ദേവതകളുടെ വഴിപാടുകൾ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് 4 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിയുന്നവർ
ഭഗവാന് പാൽപായസം നേരുകയും ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ വന്ന് ഭഗവാന് പാൽപായസം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഈ നേട്ടത്തിന്റെ കാലമാണ്. അടുത്തതായി ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷുഫലം കുറച്ച് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥാനഭ്രംശം ഉണ്ടാവാൻ ഒരു സാധ്യതയുള്ള സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക്. നമ്മുടെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചെറിയ ചെറിയ വാക്ക് കൊണ്ട് വലിയ വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം. അപ്പോൾ IT മേഖല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ജോലിയിൽ മുന്നോട്ട് പോവുക. അനാവശ്യമായ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. കാരണം വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ട് കാണുന്നതായിട്ടുണ്ട്. അപ്പൊ അത്തരം ആൾക്കാരൊക്കെ ക്ഷേത്ര വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം. ചെറിയ വഴക്കുകൾ വലിയ വലിയ പിണക്കത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. സാമ്പത്തികമായി എല്ലാം വളരെ തർക്കമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ നമ്മൾ വാക്കുകളാണ് എവിടെയും ശ്രദ്ധിക്കേണ്ടത്. ആരോട് സംസാരിക്കുമ്പോഴും നല്ല ശ്രദ്ധിച്ച് അളന്നു മുറിച്ച് സംസാരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ചെറിയ ചെറിയ പിണക്കങ്ങള് വലിയ വലിയ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക്. കൃഷിയിലൊക്കെ നല്ല വിറ്റുവരവും ആദായവും ഉണ്ടാവാൻ ഉള്ള കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ ഒരു മന്ദഗതി ഉണ്ടായിരിക്കും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബിസിനസ് രംഗത്ത് നിങ്ങൾ ശോഭിക്കും. ബിസിനസ്സിൽ കൊടുക്കൽ വാങ്ങൽ എപ്പോഴും സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. ക്രയവിക്രയം നടത്തുമ്പോഴും സാമ്പത്തിക ഇടപാട് എന്ത് നടത്തുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഈ ഒരു കാലഘട്ടം കൊണ്ടുപോകേണ്ടതാണ്. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പറ്റിയ സമയം കൂടിയാണ്. അതുപോലെ വാഹനം വാങ്ങാനും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾക്കും പറ്റിയ സമയം കൂടിയാണ്. എന്ത് നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ നടത്തി നിങ്ങൾ ആദ്യമായിട്ട് ഒരു അസ്ട്രോളജറെ കാണുക. എന്നിട്ട് അദ്ദേഹത്തെ ആ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. അത് പ്രകാരം ചില വഴിപാടുകളൊക്കെ അദ്ദേഹം കുറിച്ചു തരും. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം നേടി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാനും സുഖമായ ജീവിതം നയിക്കാനും തീർച്ചയായിട്ടും കഴിയും. അടുത്തായിട്ട് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാര് പൊതുവെ വിഷുഫലം നല്ല ഫലമാണ്. ഇത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക ലാഭവും ഉണ്ടാവും. ശമ്പള വർധനയൊക്കെ പറ്റിയൊരു കാലഘട്ടം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്. വിദേശവാസം, IT മേഖല, വിദ്യാഭ്യാസത്തിൽ ഉന്നതി, ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സമയം നല്ല സമയമാണ്. അതുപോലെ കർഷകർക്കും നല്ല സമയമായിട്ടാണ് കാണുന്നത്. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഒരുപാട് വർഷത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളുള്ളവരുണ്ടാവും. വീട് വെക്കാനൊക്കെ അത് മുടങ്ങിക്കിടന്നവർക്കൊക്കെ വീട് വാങ്ങാനും അത് സ്ഥലം വാങ്ങി പുതിയ വീട് പണിയാനൊക്കെ ഒരു പറ്റിയ സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. എന്തായാലും സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ ഇക്കൂട്ടരും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ചില വാക്കുകൾ കൊണ്ട് ശത്രുത ഉണ്ടാവുക, ശത്രുതാ മനോഭാവം മറ്റുള്ളവർക്ക് നമ്മളോട് തോന്നുക, അങ്ങനെയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഈ കാലഘട്ടത്തിലൊക്കെ
ചില വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ, ചില പരിഹാരങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു ശമനമുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാകാൻ പറ്റിയ സമയം കൂടിയാണ്. എന്ത് കാര്യം ആഗ്രഹിക്കുന്നുവോ അത് ഈ കൂട്ടർക്ക് നടക്കും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും, ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പൂർണ്ണമായിട്ടും അല്ല, ചില ജാതക പരിശോധനകളും വേണ്ടി വരും. എല്ലാവരിലും ഒരേപോലെ ഇത് പ്രവർത്തിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ്. ഈ വിഷുഫലം എല്ലാ ഭാഗ്യാനുഭവങ്ങളും ശുഭദായകവുമാണ്. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ നല്ല വഴിപാടുകൾ ചെയ്യുക. ശിവന്റെ ക്ഷേത്രങ്ങളിൽ പോയി, മഹാദേവന്റെ ക്ഷേത്രങ്ങളിൽ പോയി കൂവളമാല, ശംഖാഭിഷേകം, പിൻവിളക്ക്, അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. എല്ലാം ഭഗവാൻ സർവഭാഗ്യങ്ങളും നിങ്ങൾക്ക് തരും എന്ന പ്രതീക്ഷയോടെ. അടുത്തതായിട്ട് രോഹിണി നക്ഷത്രമാണ്. ഇക്കൂട്ടരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സുഖാനുഭവങ്ങളും കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എങ്കിലും രോഗദുരിതങ്ങൾ ഇക്കൂട്ടരെ വളരെ അലട്ടുന്നതായിരിക്കും. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ അത് വലിയൊരു ആപത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇക്കൂട്ടരെ സംബന്ധിച്ച്. സാമ്പത്തിക നേട്ടങ്ങളും ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇക്കൂട്ടരെ സംബന്ധിച്ച് നേടിയെടുക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കുടുംബത്തിൽ ഐക്യം, ശത്രുക്ഷയം, ആലസ്യം എന്ന് പറയുമ്പോൾ ഒരു ഉന്മേഷക്കുറവ്, ഉഷാറില്ലായ്ക തുടങ്ങിയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇക്കൂട്ടരെ സംബന്ധിച്ച് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് നല്ല അനുഭവങ്ങളായിരിക്കും വരിക. IT മേഖല, ബിസിനസ് മേഖല തുടങ്ങിയ സംരംഭങ്ങളിലൊക്കെ ഇവർ വിജയിക്കും. മാത്രമല്ല വിദ്യാർത്ഥികൾക്കും ഒരു നല്ല സമയം കൂടിയാണ് ഈ കാലഘട്ടം. വിഷു ഇക്കൂട്ടർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും നൽകുക. എന്തായാലും മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി ഇക്കൂട്ടര് കൃത്യമായ വഴിപാടും പ്രാർത്ഥനകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഇത്തരം രോഗദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടാതെ നല്ല ഭാഗ്യാനുഭവത്തോടെ കൊണ്ടുപോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് ഈ വിഷു ആദ്യഘട്ടത്തിൽ നല്ല അനുഭവങ്ങളും മെയ് 14 ശേഷം, അതായത് മെയ് ഒരു പകുതിക്ക് ശേഷം ഇവർക്ക് അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങളുമായിരിക്കും വിഷുഫലത്തിൽ പറയുന്നത്. പൂർണ്ണഫലമൊക്കെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, എല്ലാം നമ്മുടെ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇതൊക്കെ ഒരു പൊതുഫലങ്ങളാണ്. അത് നമ്മളെപ്പോഴും ആരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരേ ഫലമാണല്ലോ പറയുന്നത്. എല്ലാവർക്കും സുഖമാണ്, എല്ലാവർക്കും നല്ലത് വരും, എല്ലാം നല്ല ശമ്പളമാണ്. എന്നാൽ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് അനുഭവം കിട്ടും എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജാതകം ഏറ്റവും അടിസ്ഥാനം ജാതകമാണ്. അത് പ്രകാരം ചിലപ്പോൾ ഇവിടെ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഈ കൂട്ടർക്ക് ഉണ്ടാകാം. അപ്പൊ എന്തായാലും മകീര നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് ആദ്യം നല്ല ഫലങ്ങളായിരിക്കും നൽകുക വിഷു. കാരണം ഈ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പോവാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് വിസയൊക്കെ മുടങ്ങിക്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വിസ പല കാരണത്താൽ വിസയൊക്കെ മുടങ്ങി പോവാൻ കഴിയാതെ വരിക. അവർക്ക് പെട്ടെന്നായിരിക്കും അവരുടെ വിസ റെഡിയാവലും പെട്ടെന്ന് ജോലി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്ക് കയറാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും നല്ല ശമ്പളം ലഭിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു മേടം 31 അഥവാ മെയ് 14 ശേഷം ഇവരൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അവിടെ
ജോലിയിലൊക്കെ സ്ഥാനഭ്രംശം ഉണ്ടാവും. അതായത് ജോലി പോവുക, പെട്ടെന്നായിരിക്കും ജോലി പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ഒരു സാധ്യത ഉള്ള സമയമാണ്. അപ്പൊ ഇക്കൂട്ടർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ വളരെ സൗമ്യമായിട്ട് തന്നെ ഈ മകീര നക്ഷത്രക്കാര് മുന്നോട്ട് പോകേണ്ടതാണ്. ചെറിയ ചെറിയ വാക്ക് പിശക് കൊണ്ട് നമ്മുടെ വലിയ നഷ്ടങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെയ് 14 ശേഷം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ജോലിയും ശമ്പളവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ജോലി, IT മേഖല, അതേപോലെ ബിസിനസ്സുകാർക്ക് എല്ലാം നല്ല സമയം കൂടിയാണ്. സാധാരണ കച്ചവടം ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. വാഹന കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ലാഭം കിട്ടാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വാഹനം കൊടുക്കൽ വാങ്ങല്, അതേപോലെ സ്ഥലക്കച്ചവടം, വസ്തു കച്ചവടം, വീട്, ഇതൊക്കെ വിൽപ്പന നടത്തുന്നവർക്ക് ഈ സമയം ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നല്ലൊരു ഇൻകം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. മെയ് 14 ശേഷം ശ്രദ്ധിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യത ഉണ്ട്. ജോലിയിൽ ഇരിക്കുന്നവർക്ക് ജോലി പോവാനുള്ള അവസരം വരാൻ സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മന്ദഗതി വരാനും സാധ്യത ഉണ്ട്. അപ്പോ വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. കുടുംബ ബന്ധങ്ങൾക്ക് ശ്രദ്ധിച്ച് കുടുംബ ബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ചെറിയ ചെറിയ വാക്കുകൊണ്ട് ഒക്കെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ സംസാരമൊക്കെ വളരെ കുറച്ച്, അല്ലെങ്കിൽ ചെറിയ സംസാരം കൊണ്ട് വലിയ സംസാരത്തിലേക്ക് പോവാത്ത അവസ്ഥ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇത് ചെറിയ വാക്കുകളൊക്കെ വലിയ വഴക്കായി ഡൈവേഴ്സ് വക്കിലൊക്കെ എത്തുന്ന അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് മകീര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. കൃഷിക്കാർക്കും പൊതുവെ നല്ലത് തന്നെയാണ് ഈ ഒരു വിഷു. കാരണം മകീര നക്ഷത്രക്കാര് കൃഷി ചെയ്താൽ അതൊരു വിജയം തന്നെയായിരിക്കും എന്ന് പറയുന്നത്. അതോ പഠിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും കുടുംബത്തെ ഐക്യം കിട്ടാനൊക്കെ നല്ല ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ മെയ് 14 ശേഷം. അപ്പോൾ അത്തരം സന്ദർഭം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദശമഹാവിദ്യയിലെ താരാദേവി എന്ന് പറയുന്ന ഒരു ദേവിയുണ്ട്. ആ ദേവിയെ ആരാധിക്കുക, ആ ദേവിയെ ഉപാസിക്കുക. ഒരു ഗുരുപദേശത്തോട് കൂടിയിട്ട് ആ ദേവിയുടെ മന്ത്രം സ്വീകരിച്ച് പറ്റുന്നവർക്ക് ഉപാസിക്കുക. കുട്ടികളൊക്കെ നാമജപം നടത്തുന്നത് നന്നായിരിക്കും. പഠിക്കാനുള്ള ഉന്മേഷം, ഉഷാറവും പഠിച്ചത് മനസ്സിൽ നിൽക്കാനും ഒക്കെ നന്നായിരിക്കും. പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്തായിട്ട് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷുഫലം ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലിയിൽ ഉയർച്ച കിട്ടാനും ശമ്പള വർധനവിനും പറ്റിയ കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പഠനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്ന സമയം കൂടിയാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കുടുംബജീവിതത്തിൽ ഭദ്രതയുണ്ടാവും. സ്ഥാനഭ്രംശം ശ്രദ്ധിക്കുക. ചില ജോലിയിൽ ചിലവർക്ക് സ്ഥാനഭ്രംശം വരാൻ സാധ്യതയുണ്ട്. അത്തരക്കാര് ഒന്ന് ജാതകം പരിശോധിപ്പിക്കേണ്ടതാണ്. കൃഷിക്കാർക്ക് നല്ലൊരു സമയം കൂടിയാണ് വിഷു. ഈ വിഷുകാലത്ത് എന്ത് കൃഷി ചെയ്താലും ഈ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് അത് നല്ല വിളവെടുപ്പിന് ഉള്ളൊരവസരം കൂടിയാണ് ഈ വിഷുഫലം പറയുന്നത്. കുടുംബങ്ങളൊക്കെ നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകാനും സഹോദരന്മാരുമായിട്ട് നല്ല ഐക്യത്തോട് കൂടി ജീവിക്കാനും പറ്റിയ കാലഘട്ടം കൂടിയാണ്. അശ്രദ്ധ വരാണ്ട് നോക്കേണ്ടതാണ്. ഇവർക്ക് വീട് വാങ്ങാനും ഉള്ള വീട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാനും നല്ല ലാഭത്തിൽ കൊടുക്കാനും കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വസ്തു, വീട് വാങ്ങൽ, കൊടുക്കൽ എന്നതിനൊക്കെ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ വാഹനങ്ങൾ എടുക്കുക അതൊന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ജാതകം പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നല്ല സമയം നോക്കിയിട്ട്, അങ്ങനെ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നല്ലൊരു സമയം നോക്കിയിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ട് നല്ലൊരു സമയം കുറിച്ചെടുത്തതിന് ശേഷം
മാത്രം നിങ്ങളൊരു പുതിയ വാഹനം എടുക്കുക. സെക്കൻഡ് ഹാൻഡ് വാഹനമാണെങ്കിലും അത് ശ്രദ്ധിച്ച് എടുത്ത് കൈകാര്യം ചെയ്യേണ്ട കാലഘട്ടമാണ്. അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വാഹനം വിൽക്കുന്നതും വാങ്ങുന്നതും ഈ തിരുവാതിര നക്ഷത്രക്കാര് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. തിരുവാതിര നക്ഷത്രക്കാര് ശ്രീ വാരാഹി ദേവിയെ കൃത്യമായിട്ട് ആരാധിച്ച് മുന്നോട്ട് പോവുക. വജ്രഘോഷം എന്ന മന്ത്രം ഉച്ചരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ദേവി കൊണ്ടുതരട്ടെ. നന്ദി, നമസ്കാരം. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ, അടുത്ത നക്ഷത്രക്കാരെ കുറിച്ച് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും എന്തായാലും തരണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.